ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മനോഹരമായൊരു വില്ലാ പ്രൊജക്റ്റിലെ അതിമനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായും, കളമശ്ശേരിയിൽ നിന്ന് 5-6 കിലോമീറ്റർ മാത്രം ദൂരത്തായും, തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്ററോളം മാത്രം ദൂരത്തായും, സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരത്തായും, ഇടപ്പള്ളിയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം ദൂരത്തുമായാണ് ഈ മനോഹരമായ വില്ല പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. തേവയ്ക്കലിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ല വീതി കൂടി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന മെയിൻ ഗേറ്റുമാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലല്ല വരുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട്. വിശ്വസിച്ച് വാങ്ങാവുന്ന നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് വെച്ച് നിർമ്മിച്ച ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 3 സെൻറ്റ് മുതൽ 3.5-4 സെൻറ്റ് വരെയുള്ള വീടുകൾ അവൈലബിൾ ആണ്. ഇതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 3.5 സെൻറ്റാണ്. 3.5 സെൻറ്റിൽ നിർമ്മിച്ച 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വീടിൻ്റെ മുൻവശത്ത് ഒരു വലിയ കാറ്, ഇന്നോവ സൈസിലുള്ള വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിൽ ചെയ്തിരിക്കുന്നത്. മനോഹരമായ സിറ്റ് ഔട്ടിൽ നിന്നും മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ്. ഒരു നാടൻ ട്രഡീഷണൽ ടൈപ്പിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുകളെല്ലാം ചെയ്തിരിക്കുന്നത്. മനോഹരമായ വലിയൊരു TV യൂണിറ്റും അതും നല്ല മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളെല്ലാം ഒരു കേരള ട്രഡീഷണൽ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലെല്ലാം ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗുകളിൽ ജിപ്സം വർക്കുകൾ ചെയ്ത് സ്പോട്ടിംഗ് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൗണ്ടറിൽ മൾട്ടിവുഡ് മെറ്റീരിയൽസ് തന്നെ മനോഹരമായ രീതിയിൽ തന്നെ കൗണ്ടറെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നു. കിച്ചൺ ടോപ്പിനായി നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. മനോഹരമായ രീതിയിൽ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു വുഡൻ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ PVC കോട്ടിംഗ് നൽകി വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും വർക്കിംഗ് ടേബിൾ അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വർക്ക് ഏരിയയുടെ ഭാഗത്താണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തു ബേസ്ഡായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീടും ഡൈനിങ് സ്പേസിലേക്ക് വന്ന ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ. മനോഹരമായ ട്രഡീഷണൽ ടൈപ്പിൽ തന്നെയാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അത് സ്പേഷ്യസ് ആയ ബെഡ്റൂം അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും കിച്ചണെല്ലാം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകി നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല ഭംഗിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസ് തന്നെയാണ്. മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഇൻറ്റീരിയർ വർക്കുകളിൽ ധാരാളം ശ്രദ്ധ നൽകി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഡ്രൈനായി സ്റ്റെയർസിലും വുഡുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ട്രഡീഷണൽ ടൈപ്പിലുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്
ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് കാണാം ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു TV യൂണിറ്റ് എല്ലാം വെച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം ഫ്ലോറിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 15 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ തേർഡ് ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഫ്ലോറിങ്ങിനെ നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് സ്റ്റഡി റൂം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. എറണാകുളം മെട്രോ സിറ്റിയിൽ നിന്നും വെറും 8 കിലോമീറ്ററോളം ദൂരത്തായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 6-7 കിലോമീറ്ററോളം ദൂരത്തായും കളമശ്ശേരിയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായി സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വരുന്നത് 1850 സ്ക്വയർ ഫീറ്റിൽ 3.5 സെൻറ്റിലാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി ഒരു സ്റ്റഡി റൂമായി വരുന്ന ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. കൂടാതെ 65 ലക്ഷം രൂപ മുതലുള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീട് അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.